ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൻ. ഇന്നൊരു റേഷൻ കടയിലെ അരി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ്. ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് ഇതിലേക്ക് 4 ഗ്രാമ്പൂ, 4-5 കുരുമുളക്, 3 ഏലക്ക, ഒരു കഷ്ണം പട്ട, പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളി, ഒരു കഷ്ണം വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു പച്ചമുളക് ചതച്ചത് ഇവ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒന്നര ടേബിൾ സ്പൂൺ കബ്സ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് തന്നെ ഒരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള അരിയാണ്. ഈ അരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഇളം ചൂടുവെള്ളത്തിൽ പൊതിർത്തി വെച്ചതാണ്. അതിനുശേഷം വെള്ളമൊക്കെ വാർത്തതിന് ശേഷം നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അരി തീരെ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ഒരു തക്കാളി, വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം ക്യാപ്സിക്കം ഇവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് വെള്ളം, തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും അടിക്കണം. ഇനി ഇതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് തുറക്കുന്നത്. നമ്മുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തീരെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.